ആന്റിമാര് പുറത്തു പോയപ്പോ കൂടെ പോയാൽ മതിയായിരുന്നു. ഇവിടെ എന്നിട്ടാണെങ്കിൽ ആകെ ബോറടിക്കുന്നുണ്ട്. ഒരു TV സ്റ്റിക്ക് ഉണ്ടായിരുന്നെങ്കിൽ യൂട്യൂബ് എല്ലാം എടുത്ത് കാണായിരുന്നു. ആരോട് പറയാൻ ഇതൊക്കെ. എടാ ജോണി, ഇത് തന്നെയാടാ വില്ലേജ് ഓഫീസർ സജീവിന്റെ വീട്. കേറി അങ്ങ് ഇറങ്ങിക്കോ. മുതലാളി ഒന്നും കൊണ്ട് പേടിക്കണ്ട, നമ്മുടെ പ്ലാൻ നടത്തിയിരിക്കും. ജോണിയാ പറയുന്നേ. എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ട് 10 രൂപ പോലും തിരിച്ചു തരാത്ത തെണ്ടിയവൻ, അവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ സിനിമയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞില്ലല്ലോ. നിങ്ങൾ ആരാ? എന്താ ബെല്ലടിക്കാതെ എന്റെ വീട്ടിൽ വന്ന്? ഞാൻ പേടിച്ചു പോയല്ലോ ഇപ്പം. എടാ കൊച്ചേർക്ക, നിന്റെ വീട്ടിൽ ബെല്ലടിച്ചിട്ട് സൽക്കാരം സ്വീകരിക്കാൻ വന്നവരൊന്നുമല്ല. നിന്റെ തന്തപ്പടി പൈസ മേടിച്ചിട്ട് എന്തെങ്കിലും ഇങ്ങോട്ട് തന്നോ? എടാ സജീവ, എന്റെ പൈസ മേടിച്ചിട്ട് നീ ഒളിച്ചിരിക്കുന്നോ? ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. എന്റെ മോനെ ഒന്നും ചെയ്തേക്കല്ല സാറേ, ഞാനിപ്പോ അങ്ങോട്ട് വരാം. അച്ഛ, ഇയാൾ എന്റെ കൈ പിടിച്ച് തിരിച്ച്, എനിക്ക് വേദന എടുക്കുന്നുണ്ട്. കൈ പിടിച്ച് തിരിച്ചെങ്കിൽ കണക്കായി പോയി. നിന്റെ അപ്പം പൈസ തിരിച്ചു തരാണ്ടല്ലേ. വരുന്ന ജൂൺ 20-നുള്ളില് എന്റെ പൈസയും പലിശ അടക്കം തന്നില്ലെങ്കിൽ അച്ഛനും മോനും കൊണ്ട് റോഡിലിറങ്ങി തെണ്ടാം. മുതലാളി പറഞ്ഞതാ. ജൂൺ 20-ന് 25 ലക്ഷമായിട്ട് മുതലാളിയുടെ ഓഫീസിൽ വന്നില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ നിൽക്കാന്ന് ആരും വിചാരിക്കണ്ട. എന്റെ ഈശ്വര, 25 ലക്ഷം രൂപയോ ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കും ഇപ്പം? മോനെ, അച്ഛ കണ്ണുർക്ക്, അച്ഛ കണ്ണുർക്ക്. അച്ഛ എണീക്ക്, അച്ഛ എണീക്ക്. അച്ഛ എന്താ പറ്റിയേ?